ഇന്നൊരു കാന്താരിയുടെ വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാനൊന്ന് പുറത്തോട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോഴേക്കുമാണ് ഇതുപോലെ നിറച്ച് കാന്താരി ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കുറച്ച് ദിവസം കൂടെ നിന്നാൽ ഇതങ്ങോട്ട് പഴുത്തു പോകുമെന്ന് വീട്ടിൽ പരാതി കൂടി വന്നപ്പോഴേക്കും ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പം നമുക്ക് ഇത് അത്യാവശ്യം ഒരുപാട് നമുക്കൊരു 2-3 കിലോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ഇതിനകത്ത് വരുന്ന ആ കുറച്ചളവെങ്കിലാണെങ്കിൽ പോലും അതെല്ലാം നുള്ളിയെടുത്ത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നീട് ഞാനത് ഷോപ്പിൽ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. നമുക്ക് ചെറിയൊരു വരുമാനം അതിനകത്ത് നിന്ന് കിട്ടാറുണ്ട്. ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് കണ്ടോ, നല്ല മുഴുത്ത കാന്താരി മുളകാണ്. അത് വെള്ളയുണ്ട്, ചെറിയ ലൈറ്റ് മഞ്ഞയുണ്ട്, പച്ച, വയലറ്റ്, അങ്ങനെ പല ടൈപ്പിലുള്ള കാന്താരികൾ ഞാനിതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് നല്ല നിറച്ച് കാന്താരികൾ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതെനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ കാന്താരി നടുമ്പോൾ ഞാനതൊരു കുറച്ച് പൊങ്ങി വരുമ്പോഴേക്കും ഞാനത് കട്ട് ചെയ്ത് കൊടുത്ത് അത് നല്ല ബുഷാക്കി ഞാൻ വളർത്താറുണ്ട് താഴത്തുനിന്ന് തന്നെ. പക്ഷേ ഇത് കുറച്ച് വളർന്നു പോയത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ വിട്ടുപോയി. പിന്നീടാണ് ഞാനത് കട്ട് ചെയ്ത് കൊടുത്തു. അത് കുറച്ച് മുകളിൽ എത്തിയപ്പോഴാണ് ഇത് ഇതുപോലെ ബ്രാഞ്ചുകളായി അതിനകത്തൊക്കെ നിറയെ കായ പിടിക്കാനായിട്ട് തുടങ്ങിയത്. എങ്കിലും കണ്ടോ, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കാന്താരിയാണ്, കുഞ്ഞൻ കാന്താരി. ഹൈബ്രിഡ് ഉണ്ട്, എന്നാൽ ഇതിന് നല്ല വില കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിതൊന്ന് പറിച്ചെടുക്കുകയാണ്. നമുക്ക് അടുത്തുള്ള ആ ഒരു ജൈവ പച്ചക്കറി കടയുണ്ട് ഞങ്ങൾക്കിവിടെ. നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് റേറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ ഇപ്പോൾ ഈ ഒരു വയലറ്റ് കാന്താരി എന്ന് പറയുന്നത് നമ്മൾ കടയിലൊന്നും കൊടുത്താൽ നമുക്ക് അത്ര വില കിട്ടത്തില്ല. അതുകൊണ്ട് വയലറ്റൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കാറാണ് പതിവ്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ നുള്ളിയെടുത്ത് ഒരു 1/2 കിലോ ഒക്കെ ആണെങ്കിൽ പോലും ഞാനത് ഷോപ്പിൽ കൊടുക്കാറുണ്ട്. നമ്മളതിൽ നിന്ന് ചെറിയൊരു വരുമാനമാണേലും അതിനകത്ത് നിന്ന് കണ്ടെത്താറുണ്ട്. ഇതെല്ലാം ഞാനതൊന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു പാത്രം ഇതുപോലെ നിറച്ച് നമ്മുടെ കാന്താരികളെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. ഇനി താമസിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്ത് നമ്മളിത് വിപണിയിലെത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു മനസ്സ് നിറഞ്ഞ ഒരു ചെറിയൊരു വിളവെടുപ്പാണ്.